ഈ ക്രിസ്മസ് ദിനത്തിൽ ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ചെന്നൈയെ നടുക്കി ക്രൂര ബലാത്സംഗം. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങിയെത്തിയ വിദ്യാർത്ഥിനിയാണ് ക്യാമ്പസിൽ വെച്ച് ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. സുഹൃത്തിനെ 2 പേർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി. വിശദാംശങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുന്നു. പ്രസാദ് കുമാർ, വളരെ ആശങ്കയും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത് വീണ്ടും അത് ആവർത്തിക്കുന്നു. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? മോത്തി, വളരെ ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സർവകലാശാലയാണ് അണ്ണാ സർവകലാശാല. നഗരത്തിൻ്റെ ഗിണ്ടിയിലാണ് സ്ഥിതി. ഇന്ന് ആ സർവകലാശാലയിലാണ് ക്യാമ്പസിനകത്ത് വെച്ചാണ് 2 ദിവസം മുൻപ് ഈ പെൺകുട്ടിക്ക് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടിക്ക് ഇങ്ങനൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. 2ാം വർഷ വിദ്യാർത്ഥിനി കന്യാകുമാരി സ്വദേശിയാണ്. അവർ സീനിയർ 4ാം വർഷ വിദ്യാർത്ഥി സുഹൃത്തുമായിട്ട് ക്യാമ്പസിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് മറ്റ് 2 പേർ വരികയും സുഹൃത്തിനെ അടിച്ച് ഓടിക്കുകയും പിന്നീട് ഇവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് പോലീസിന്, കോട്ടൂർപുരം പോലീസിനാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ചു. പോലീസ് ഇവരെ ആശുപത്രിയിലാക്കുകയും അതിനുശേഷം ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. 30ഓളം CCTV ദൃശ്യങ്ങൾ അണ്ണാ സർവകലാശാലയും പരിസരത്തുമുള്ള 30ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പുറത്തുനിന്നവരാണോ അതോ ക്യാമ്പസിൽ തന്നെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറത്ത് താമസിക്കുന്നവരാണോ എന്നീ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും കോട്ടൂർപുരം പോലീസ് എടുത്തിട്ടുണ്ട്, കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷേ അവരാണോ പ്രതികൾ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും പോലീസ് പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യനില കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. പോലീസ് ഇവരെ മൊഴിയെടുത്തതിന് ശേഷം ഇപ്പോൾ കൗൺസിലിങ്ങിന് അവരെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു ദുരന്തം നേരിട്ട ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആരാണെന്നുള്ള ഇരുട്ടിൻ്റെ മറവിലായതിനാൽ ഇവരെ പീഡിപ്പിച്ചവരെ കുറിച്ചുള്ള ഒരു ദൃശ്യം അല്ലെങ്കിൽ അവരുടെ മുഖം അവരുടെ മുന്നിലില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതും സംബന്ധിച്ച കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോത്തി. ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു പെൺകുട്ടി. ചെന്നൈയിൽ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഈ സംഭവം. ക്യാമ്പസിലുള്ളവരാണോ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ, അല്ലെങ്കിൽ പുറത്ത് താമസിക്കുകയും ക്യാമ്പസിൽ പഠിക്കുകയും ചെയ്യുന്നവരാണോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്.